ഇല്ല ഇപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഫുൾ എല്ലാവരും പറയുവാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഉമ്മ കല്യാണം കഴിഞ്ഞു. നമ്മൾ കല്യാണം ഞാൻ ഇവിടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഞാനും യെസ് നിങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആ നേരം മഹാമുഹൂർത്തം മാറാൻ പോകണം ഞാൻ ഇവിടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് അവരൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷെ അകത്ത് പോയി നോക്കിയിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് വളരെ സന്തോഷമായിരിക്കും. ലാസ്റ്റ് 9ാമത് മിനിറ്റ് 50ാമത് സെക്കൻഡിലാണ് അതൊക്കെ പറയുന്നത്. 9 മിനിറ്റ് കണ്ടുകൊണ്ട് ആൾക്കാർ എന്ത് വിചാരിക്കും? അങ്ങനെയല്ല സുഹൃത്തുക്കളെ, വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. രണ്ടുപേർക്കും 2 സെപ്പറേറ്റ് ലൈഫൊക്കെ ഉണ്ട്. ഇത് നമ്മളുടെ ജോലിയാണ്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ അത്ര റിയാലിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ്സ് അവർ എഫർട്ട് ആൻഡ് അവർ അഭിനയമാണ്. ഓക്കെ, ആരാണ് ഫോൺ അഡിക്റ്റ്? ആണോ? എത്ര നേരം ഫോണിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പോലെ ഫോൺ നോക്കിക്കൊണ്ടാണ്? എനിക്ക് ഞാൻ ഫോണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഞാനും അതെ, ഒന്നും പറയുന്നില്ല. കുളിക്കാൻ നേരത്തെ ഫോൺ വേണോ? പാട്ടൊക്കെ കേട്ട് രാവിലെ നമുക്ക് നല്ല മൂഡിലേക്ക് കുളിച്ച് വരാമല്ലോ. അങ്ങനെയല്ലേ? ഷോപ്പിങ്ങിന് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആരാണ്? ആണോ? ഒരു ദിവസം പോയി എന്റെ കിളി പോയി. അതെന്താ? ഇവളും ശ്വേത എല്ലാവരും ഓർമ്മയായിട്ട് വന്നത്. ഞാനൊക്കെ സിനിമ ഒക്കെ കണ്ട്, ഏതോ സിനിമയുടെ പേര് ഞാൻ പറയാൻ ഇരുന്നില്ല. ആ സിനിമ ഒക്കെ കണ്ട് ഞാൻ തളർന്നിരിക്കുവാണ്. എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അവിടെയൊക്കെ ജ്യൂസൊക്കെ കുടിച്ച് അവിടെ ഇരിക്കും. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു നമുക്ക് പോയി ഡ്രസ്സ് എടുക്കാൻ. ഞാൻ വിചാരിച്ചു ശരി ഓക്കെ. ഇവർ പറഞ്ഞു ഒന്നും എടുക്കാനില്ലടാ, ഒരു ടോപ്പും ഒരു ചപ്പലും എടുക്കും. ഡലിയ പോയി ഒരു 3.5-4 മണിക്കൂറുടെ നൈറ്റ് 10 മണിക്കാണ് തിരിച്ചു വന്നത്. ഷോ തീർന്നത് എന്താ ഉച്ചയ്ക്കാണ്. ആകെപ്പാട് അവർ പറഞ്ഞ സത്യമാണ്. എന്താണ്? ഒരു ടോപ്പും ചപ്പലാണ് എടുത്തത്. പക്ഷെ എടുക്കാൻ എത്ര സമയം എടുത്ത് എനിക്ക് പറയാനും പറ്റുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞു എടി എനിക്ക് അവിടെ പോകണം, പെട്ടെന്ന് പോവാം. ഒരാളാണെങ്കിൽ പ്രശ്നമില്ല, 2 ആൾക്കാരാണ്, 2 സൈഡാണ്. നമ്മളാവുമ്പോ ലൈക്ക് നമ്മ സിംബു സിനിമ പോലെ തെരിയാത് തെരിയും 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 സിനിമ കണ്ടുണ്ടോ? വേണം സിനിമ തെരിയാത് തെരിയും തെരിയും തെരിയാതെ എട് ഓക്കെ അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നല്ല അല്ലേ? നമ്മൾ ഷോപ്പ് ചെയ്യാൻ എന്തായാലും പൈസ സ്പെൻഡ് ചെയ്യാം. കാര്യമായിട്ട് കുറച്ച് സമയമൊക്കെ എടുത്ത് സ്പെൻഡ് ചെയ്യണ്ടേ? അല്ല, ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും കൂടുതൽ റൊമാൻറ്റിക് ആരാണ്? ഇപ്പൊ ഞാനും ഇവിടെ അഭിനയിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ തമ്മിൽ റൊമാൻറ്റിക് ആണോ? ഇല്ല പൊതുവേ ഞാൻ ഈ പേഴ്സൺ ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ, എല്ലാവരുടെ ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ ആണ്. അത് അതെ, അങ്ങ് നോക്ക്. അതെ, അതൊക്കെ പൊക്കോട്ടെ. ഇതൊക്കെ നാളെ എനിക്കൊരു വള്ളിയാവരുത്, പൊക്കോട്ടെ. അങ്ങനെയാണ് ഓൺ സ്ക്രീനിലെ റൊമാൻസ് നമ്മളുടെ പേരാണ്. അല്ല, അതെനിക്ക് അറിയാം. അല്ല, എന്നാലും കൂടുതൽ റൊമാൻറ്റിക് ആയിട്ട് അഭിനയിക്കുന്ന ആരാന്നാണ് തോന്നിയിട്ടുള്ളത്? എനിക്കാണ് കൂടുതൽ, അതിനുള്ള സ്കോപ്പ് എനിക്കാണ് ഉള്ളത്. അതുകൊണ്ട് കല്യാണി കുറച്ച് റിസർവ്ഡ് ആണല്ലോ. വളരെ പൈസ വളരെ ലാവിഷ് ആയിട്ട് ചെലവാക്കുന്നത് ആരാണ്? അവനും അങ്ങനെ അല്ലെന്ന്. അല്ല, മണി ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന കാണുന്നതൊക്കെ വാങ്ങിക്കണം. ഇന്നലെ ജീവിക്കുന്നു, ഇന്നലെ പൈസ സത്യം ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കല്ലേ? കാണുന്നതൊക്കെ എടുത്തോണ്ട് പോരും അല്ലേ?